ഹായ്, ഇന്ന് നമുക്ക് തൈര് സാദം എങ്ങനെ ഉണ്ടാക്കും നോക്കാം. തൈര് സാദം ഓരോരുത്തരും ഓരോ മാതിരി ഉണ്ടാക്കും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിൽ എന്തെന്ന് വെച്ചാൽ ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ചിലർ പ്ലെയിൻ ആയിട്ട് ഉണ്ടാക്കും, പിന്നെ ചിലർക്ക് കട്ടിയായിട്ടുള്ള തൈര് സാദം ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ലൂസായിട്ട് വെള്ളം മാതിരി കോരി കഴിക്കുന്ന മാതിരിയാണ് അത്. ഇവിടെ എൻ്റെ മോനൊക്കെ അങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കട്ടിയാക്കി എടുക്കാം. പിന്നെ നമുക്കിപ്പോൾ ഒന്നും ഉണ്ടാക്കാൻ സമയമില്ല, അല്ലെങ്കിൽ യാത്ര പോവാണ്, അല്ലെങ്കിൽ എവിടെയും പോയിട്ട് വന്നിട്ട് നമുക്ക് ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടൂല. ചിലപ്പോൾ ഹോസ്പിറ്റലിലോ അതല്ലെങ്കിൽ കുട്ടികളുടെ സ്കൂളിലൊക്കെ പോകുന്ന ദിവസങ്ങളിൽ നമുക്ക് ആഹാരം ഉണ്ടാക്കാനൊന്നും അത്രയ്ക്ക് സമയം കിട്ടൂല. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്കിത് ഉണ്ടാക്കി വെച്ചിട്ട് പോയാൽ എളുപ്പം തിരിച്ചു വന്നിട്ട് ഉടനെ കഴിക്കാം. അതല്ലെങ്കിൽ ചോറ് വേവിച്ച് വെച്ചിട്ട് പോയിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുകൊണ്ട് ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളതാണ്. പിന്നെ തൈര് അലർജി ഉള്ളവരോ അല്ലെങ്കിൽ തൈര് കഴിക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ലൈം റൈസ് പോലെ ആക്കാനും പറ്റും. അപ്പോൾ ഇതാദ്യം നമ്മൾ ഈ പച്ചമുളക്, ഇഞ്ചി അതെല്ലാം കട്ട് ചെയ്ത് വയ്ക്കണം. രാവിലെ ഇപ്പോൾ സ്കൂളിൽ കൊടുത്തു വിടുന്ന കുട്ടികൾക്കാണെങ്കിൽ നമ്മൾ തൈര് കുറച്ചും പാല് കൂടുതലാക്കി മിക്സ് ചെയ്ത് കൊടുത്തു വിടണം. അപ്പോൾ പുളിച്ചു പോവില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിലും നമ്മൾ തൈര് കുറച്ചൊഴിക്കണം, പാല് കുറച്ച് കൂടുതൽ. ഇപ്പം നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചായിരിക്കണം നമ്മൾ തൈരും പാലും യൂസ് ചെയ്യുന്നത്. നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കാനോ അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൽ കഴിക്കാനാണെങ്കിൽ തൈര് കൂടുതലും പാല് കുറച്ചും ഉപയോഗിക്കാം. അതല്ല പെട്ടെന്ന് കുറേ സമയം വെച്ചേക്കാണ് അല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാനാണെങ്കിൽ കുറച്ച് തൈരും കൂടുതൽ പാൽ ഒഴിച്ചാൽ മതി. അപ്പോൾ ഉച്ചയ്ക്ക് പുളിക്കാണ്ടിരിക്കും. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ റൈസ് എടുക്കണം. റൈസ് വേവിച്ച റൈസ് ഏകദേശം 1-2 കപ്പ് നിങ്ങളുടെ വീട്ടിലെ കണക്കിനനുസരിച്ച് എടുക്കണം. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. സാധാ പച്ചരിയാണിത്, നമ്മൾ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പച്ചരി. എനിക്ക് പച്ചരിയാണ് ഇതിന് കൂടുതൽ എനിക്കിഷ്ടം. അതല്ലെങ്കിൽ വെള്ള പുഴുക്കലരി അത് ഏതെങ്കിലും എടുക്കണം. ഏത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി വേണമെങ്കിൽ നമുക്കിതിന് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ ബസ്മതി റൈസ് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതിനൊരു മണമുണ്ടല്ലോ, അപ്പോൾ അത് ആ തൈരും കൂടെ ചേരുമ്പോൾ അതിനൊരു സ്മെല്ല് വ്യത്യാസം വരും. അതുകൊണ്ട് ബസ്മതി അരിയേക്കാളും കൂടുതൽ സാധാ പച്ചരിയാണ് നല്ലത്. അതില്ലെങ്കിൽ ബസ്മതി അരി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ നന്നായിട്ട് കഴുകിയിട്ട് അത് വേവിക്കാൻ വെക്കണം. നന്നായിട്ട് വേകണം. നന്നായിട്ട് വേവിച്ച് നമ്മൾ വെള്ളം ഊറ്റിക്കളയണം, അതിൻ്റെ ഒരു പശ മാറണം. നന്നായിട്ട് കഴുകിയ പച്ചരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ കഴുകിയ പച്ചരി ഇതിലേക്കിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വേകണം. ബസ്മതി അരിയൊക്കെ കുറച്ച് സമയം മതി വെന്ത് കിട്ടാൻ. പക്ഷേ ഈ തൈര് സാദത്തിന് ചോറ് നന്നായിട്ട് വേകണം. നമ്മൾ ബിരിയാണിയുടെയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ കണക്കിനൊന്നും വേവിച്ചെടുക്കരുത്, നന്നായിട്ട് വേകണം. നമ്മുടെ ചോറ് വേവിച്ചെടുത്തു. 1 കപ്പ് റൈസ് വേവിച്ചപ്പോൾ ഏകദേശം 3 കപ്പ് വരെ കാണും. പക്ഷേ ഞാനതിന് 2 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു കണക്കിന് നമ്മൾ അളവ് കാണിക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ ഏകദേശം 2 കപ്പ് ഇതിലിങ്ങനെ 2 കപ്പ് വേവിച്ച റൈസ്. ഇത് നന്നായിട്ട് തണുക്കണം, ഇല്ലെങ്കിൽ പുളിച്ചു പോകും, തൈര് എളുപ്പം പുളിച്ചു പോകും. അതുകൊണ്ട് നന്നായിട്ട് തണുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഒരു 1/2 കപ്പ് തൈരാണ്. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ ഉറഴിച്ച തൈരായതുകൊണ്ട് കുറച്ച് പുളിയുണ്ട്, അതുകൊണ്ട് ഞാൻ 1/2 കപ്പ് എടുത്തോളൂ. നിങ്ങൾക്ക് 1 കപ്പ് തൈര് വരെ പാക്കറ്റ് ആണെങ്കിൽ 1 കപ്പ് വരെ ചേർക്കാം, പുളി ഇല്ലാത്തതാണെങ്കിൽ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് വേവിക്കണം, പിന്നെ ബാക്കി വേണമെന്നുള്ളത് പിന്നെ ഇട്ട് കൊടുത്താലും മതി. നല്ല ഉടച്ചെടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ഈ പാല് ഏകദേശം 3/4 കപ്പ് ഞാൻ എടുത്തു. ഇത്തിരി ലൂസായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 3/4 കപ്പ് എടുത്തത്. നിങ്ങൾക്ക് കട്ടിക്കാണ് വേണ്ടെങ്കിൽ അത്രയും പാലും തൈരും ചേർക്കണ്ട. തൈര് കൂടുതൽ ചേർത്താൽ എളുപ്പം പുളിച്ചു പോകും. നമ്മൾ ഉടനെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ തൈര് കൂടുതൽ ചേർക്കാം. ഇരുന്ന് കുറച്ച് കട്ടിയാവും, അപ്പോൾ ആ കണക്കിന് നമ്മൾ ലൂസാക്കി വെക്കണം. ഇതിപ്പോൾ ഞാനൊരു 1 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇത്തിരി കൂടുതൽ പാലൊക്കെ ഒഴിച്ച് വെച്ചേക്കാണ്. നിങ്ങൾക്ക് ഇത്രയും ലൂസ് വേണ്ടെങ്കിൽ പാല് കുറച്ചോളൂ. എനിക്ക് ഇത്രയും ലൂസായിട്ടിരിക്കുന്ന നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ കോരി കഴിക്കാനാണ് ഇതിന് ഭയങ്കര ടേസ്റ്റ്. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പം കുറച്ചുകൂടി ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്ത് അങ്ങനെ വെച്ചേക്കണം. എന്നിട്ട് വേണം നമ്മൾ താളിക്കാനുള്ളത്. കടുക് വറുത്ത് കുറച്ച് എന്തൊക്കെയാണ് ഇടുന്നത് അതെല്ലാം താളിച്ചതിനകത്തേക്ക് ചേർക്കണം. ഇനി നമ്മൾ കടുക് വറുത്ത് താളിച്ചൊഴിക്കാനുള്ള സാധനങ്ങൾ കാണിച്ചിരുന്നത്. കടുക്, ജീരകം വേണം, അത് ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. പിന്നെ കുറച്ച് കടലപ്പരിപ്പ്, കറിവേപ്പില, പിന്നെ പച്ചമുളക്. അത് എരിവിനനുസരിച്ച് കുട്ടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് കടിക്കുമ്പോൾ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ പച്ചമുളക് ഞാനൊരു 1/2 പച്ചമുളക്, ഇത്രയും 2 കപ്പ് വേവിച്ച റൈസിന് ഒരു 1/2 പച്ചമുളകേ ഞാൻ എടുത്തോളൂ.
ഇഞ്ചി കുറച്ച്, ഒരു ചെറിയ കഷ്ണം. ഞാൻ ഈ മുളക്, നീണ്ട നമ്മൾ ബജി മുളക് എന്ന് പറയുന്ന ആ മുളക് ഞാൻ കുറച്ച്, എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുകൊണ്ട് അത് കുറച്ച് ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ചേർത്താൽ നല്ല ടേസ്റ്റ് വരും തൈര് സാധനത്തിന്. പ്ലെയിൻ ആയിട്ടുള്ളതിന് അത്രയും ഒരു രുചി ഉണ്ടാവില്ല. പിന്നെ അണ്ടിപ്പരിപ്പ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുത്തു, മല്ലിയില, അപ്പോൾ ഈ മുളക് കട്ട് ചെയ്തതാണിത്. ഇത് കുറച്ച് ക്യാരറ്റ്, ഒരു ഭംഗിക്കും ഗ്രേറ്റ് ചെയ്തിട്ടാൽ അത് കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയുമാണ് താളിക്കാൻ വേണ്ടത്. അപ്പോൾ നമ്മൾ താളിച്ചൊഴിക്കാനുള്ള പാൻ വെച്ചു. അപ്പോൾ ഇതിന് ശരിക്കും നെയ്യാണ് ടേസ്റ്റ്. അത് ഇപ്പോൾ നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ നെയ്യ് ചേർക്കണ്ട, വെളിച്ചെണ്ണ നല്ലെണ്ണ എന്തെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിന്. ബട്ടർ ചേർത്താലും നല്ല ടേസ്റ്റാണ്. ഞാൻ നെയ്യ് കുറച്ച് ചേർക്കുന്നുണ്ട്. ചിലർ നല്ലോണം നെയ്യ് ചേർക്കും, 2 ടേബിൾ സ്പൂൺ വരെ. എനിക്ക് അത്ര ചേർക്കണ്ട, കുറച്ച് 2 ചെറിയ ടീസ്പൂണും അല്ല, അതിനേക്കാളും ഒരു കുഞ്ഞു സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. അത്രയ്ക്ക് ഞാൻ ചേർത്തോളൂ ഒരു മണത്തിന്. ഇതിലേക്ക് ഒരു കുറച്ച് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കണ്ട. കടുക്, പിന്നെ പച്ചമുളക്. ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കടലപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ്, കാഷ്യൂ ഇട്ട് കൊടുക്കണം. ഇനി പച്ചമുളകും ഇഞ്ചിയും. ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ചൊന്ന് വഴറ്റിയാൽ മതി, ഒത്തിരി മൂത്തൊന്നും പോകണ്ട. ക്യാരറ്റ് ഒരു ഭംഗിക്ക് ഇട്ടതാണ്, അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനെ തൈര് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിലർ ഇതിൽ ക്രഷ് ചെയ്ത പെപ്പർ ചേർക്കും, കുരുമുളക് ഒന്ന് ചതച്ചിട്ട്. എനിക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇനി ഈ മിക്സിനെ തൈര് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ടേസ്റ്റ് നോക്കണം. ടേസ്റ്റ് നോക്കി തന്നെ നമ്മൾ എന്തെങ്കിലും ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില, നിറച്ച് മല്ലിയില ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷേ മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ അത് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ തൈര് സാദം റെഡിയായി. നല്ല ഈസി ആയിട്ട് ഇപ്പോൾ ഒരു അരമണിക്കൂറിൽ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എവിടെയും പോകണമെങ്കിലോ അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ ഒക്കെ ഇത് കഴിക്കാൻ കൊള്ളാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി കാണാം. ബൈ.